പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപാഭിഷേകത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ നമുക്ക് വളരെ സജീവമായി പങ്കെടുത്ത് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ അലട്ടുന്ന പൈശാചിക പീഡകൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, വിഷമങ്ങളൊക്കെ മാറിപ്പോയി കർത്താവിൻ്റെ സ്വന്തമായി ജീവിക്കാനുള്ളൊരു കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ നിറയട്ടെ, ഈശോയുടെ ആത്മാവ് നമ്മൾ നിറയട്ടെ, ഈശോയുടെ ചിന്തകൾ നമുക്ക് നിറയട്ടെ, സഹനശക്തി ലഭിക്കട്ടെ. ഇന്ന് അച്ഛൻ വായിക്കാൻ പോകുന്ന വചനം വളരെ പ്രധാനപ്പെട്ട വചനം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 6 വരെ വചനം. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്ടിക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു വചനമാണിത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആഴത്തിൽ പതിപ്പിക്കണം. വീണ്ടും 1-2 വചനം കൂടി ഇതിനോട് ചേർന്ന് നമുക്ക് ധ്യാനിക്കണം. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ടൊരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. റോമാലേഖനം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനം, 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ നീ വിചാരിക്കുന്നുവോ? അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നിനക്ക് അറിയുന്നില്ലേ? എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിവിടെ വചനം പറയാം. അല്ലയോ മനുഷ്യൻ, നീ ആര് തന്നെ ആയാലും, ആര് തന്നെ, നീ ഒരു അപ്പനായാലും കൊള്ളാം, അമ്മയായാലും കൊള്ളാം, മകനായാലും മകളായാലും കൊള്ളാം, ഞങ്ങൾ അച്ഛന്മാരായാലും കൊള്ളാം, സിസ്റ്റേഴ്സ് ആയാലും പുത്രന്മാരായാലും, ജഡ്ജി ആയാലും കൊള്ളാം, അഡ്വക്കേറ്റ് ആയാലും കൊള്ളാം, ഡോക്ടറായാലും എൻജിനീയർ ആയാലും ആരായാലും കൊള്ളാം, ഇത് പ്രൊഫസറായാലും ടീച്ചറായാലും കൊള്ളാം. അല്ലയോ മനുഷ്യൻ, നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. പശ്ചാത്തപിക്കുക. ബൈബിളിൽ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു സമൂഹമുണ്ട്. കപടനാട്ടിക്കർ, കപടന്മാരെയാണ് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 31 വരെയുള്ള വചനം വായിക്കുമ്പോൾ അത് മുഴുവൻ വായിക്കേണ്ടതാണ്. എന്നിരുന്നാലും ചില പ്രധാനപ്പെട്ട ഭാഗം മാത്രം വായിക്കുക. അവിടെ ഈശോ പറയുന്നുണ്ട്, 23-13 പറയും, കപടനാട്ടിക്കാരനായ നീതിജ്ഞരെ ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങളത് പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്ടിക്കാരായ നിങ്ങൾ നീതിജ്ഞരെ ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി മാറ്റിക്കളയുന്നു. വീണ്ടും വചനം പറയും, മത്തായിയുടെ സുവിശേഷം 23-23, കപടനാട്ടിക്കരായ നീതിജ്ഞരെ ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും
നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. മത്തായി 23:27-28 കപടനാട്ടിക്കര നിയമത്തിലെ പരിസരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ ബാഹ്യമായ മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. യേശു പറയുക, ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. ഇതൊരു വചനമല്ലേ? അനുശോഭ, നിങ്ങൾ ആരും വിധിക്കരുത്. നമ്മുടെ ഉള്ളിൽ തിന്മയുള്ള വിധി ദൈവത്തിന് വിട്ടുകൊടുത്തേക്ക്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു കുടുംബ പ്രശ്നം ഓർത്ത് ഞാൻ ദൈവം ഇടപെട്ടതോർത്ത് ദൈവം നന്ദി പറയുമ്പോൾ അതിനോട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഒരപ്പൻ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഭയങ്കര വഴക്കാണ്. ഭാര്യ ശരിയല്ല, എന്നും അടിയും ബഹളവും, ഭയങ്കര ബഹളമാണ്. കാരണം മകനെ ചൊല്ലിയാണ്. മൂത്ത മകൻ മദ്യപിക്കും. വലിയ പ്രായമൊന്നുമില്ല, ഒരു 20 വയസ്സ് വെച്ചോളൂ. മദ്യപിക്കും. വേറെ വൃത്തികെട്ട ബന്ധങ്ങളൊക്കെ അവനുണ്ട്. അപ്പനോടമ്മയോട് ബഹുമാനമൊന്നുമില്ല. പള്ളി പോകുന്നതൊക്കെ ഒരു മടുപ്പാണ്. ഫുൾ ടൈം തന്നെ മൊബൈൽ ഫോണിനാണ്. അവൻ്റെ സ്വഭാവം മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്നു, ആർക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, ഭയങ്കര പ്രശ്നമാണ്. അപ്പനും മകനും തമ്മിൽ ഭയങ്കര അടിയാണ്. ചില സമയത്ത് അപ്പം കുടിച്ചിട്ട് അപ്പം കുടിക്കും, വഴക്കുണ്ടാക്കും, ഭയങ്കര ചീത്ത വിളിക്കും. ഭാര്യയും മക്കളെയും ഭയങ്കര ചീത്ത വിളിക്കും. കുടുംബം തകർന്നു, തരിപ്പണായി, സാമ്പത്തിക പ്രശ്നം, കടബാധ്യത, വീടെല്ലാം നരകം പോലായി. മകനും പ്രശ്നം, മൊത്തം തകർച്ചയാണ്. ഒരു രക്ഷയും ഒരു സ്വസ്ഥതയില്ലാത്തൊരു കുടുംബമായിട്ടങ്ങ് മാറി. അപ്പം ആരോ പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ, ഞാനൊരു കൺവെൻഷൻ നടത്തുന്ന വേദി വെച്ച് ഇദ്ദേഹം എൻ്റെ അടുത്ത് വരിക, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കൊരറിയാവുന്ന ഒരാൾ വഴിയാണ് ഇദ്ദേഹം എത്തിയത്. പ്രശ്നങ്ങളെല്ലാം കേൾക്കും, ഭയങ്കര തിന്മയോ ഭയങ്കര. പറഞ്ഞു, എൻ്റെ ഭാര്യ ഭയങ്കര അഹങ്കാരം വെച്ചാൽ ഇത് ഡിവോഴ്സ് ആകുമെന്നാണ് തോന്നുന്നത്. മകൻ അവനെങ്ങനെയാ, ഭയങ്കര പ്രശ്നം, ആരും ശരിയല്ല, ഒറ്റ ശരി. ഇദ്ദേഹത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സ്നേഹിതൻ പറഞ്ഞു, ഈ മനുഷ്യൻ എല്ലാവരും തെറി വിളിക്കും, അച്ഛന്മാരെയും മെത്രാന്മാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരും തെറി വിളിക്കും, വായെടുത്ത് ചീത്തേ പറയുള്ളൂ. അതുകൊണ്ട് അച്ഛനൊന്ന് കാര്യമായിട്ട് കണ്ട് വിടണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വിട്ടത്. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മനുഷ്യനോട്, പരിശുദ്ധാത്മാവേ, ഈ മനുഷ്യനോട് എന്താ ഞാൻ പറയേണ്ടത്? ഉടനെ ആത്മാവ് എന്നോട് ഒരു പ്രേരണ തന്നിട്ട് ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ അപ്പനോടും അമ്മയോടും സ്നേഹമൊക്കെ ഉണ്ടോ? പറഞ്ഞു, എൻ്റെ അപ്പനോട് എനിക്ക് സ്നേഹമൊന്നുമില്ല. എന്താ, അപ്പം ശരിയില്ല. അപ്പനോട് അനീതി കാണിച്ചു. സമ്പത്ത് വീതം വെച്ചപ്പോൾ അപ്പൻ എന്നോട് അനീതി കാണിച്ചു. അപ്പനെ സ്നേഹിച്ചിട്ടില്ല, അപ്പനെ ചീത്ത വിളിച്ചു, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനെ പീഡിപ്പിച്ചു, ഭയങ്കര വെറുപ്പ്. അപ്പനോട് സംസാരിക്കും, അമ്മയോട് ഞാൻ സംസാരിക്കും, പക്ഷെ അപ്പനോട് ഞാൻ സംസാരിക്കില്ല. ജീവൻ പോയാലും സംസാരിക്കണം. അതുപോലെ ആ മനുഷ്യൻ ശരിയല്ല, ദുഷ്ടനോ, ഭയങ്കര ചീത്ത എൻ്റെ ഒപ്പിച്ച് പറഞ്ഞു. അപ്പം ഞാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സുമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഒരു ബ്രദറിനോട് എനിക്ക് അടുക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യനും ഞാനും തമ്മിലൊരു ബിസിനസ് ആരംഭിച്ചു. എന്നെ ചതിച്ചു, എന്നെ പണം മുഴുവൻ കൊണ്ടുപോയി, അവസാനം എന്നെ പുറന്തള്ളി, എന്നെ വഞ്ചിച്ചു. ഇതൊരു ക്രൂരത ആരും ചെയ്തിട്ടില്ല. പക്ഷെ അച്ഛനറിയാവും ഞാൻ അനുഭവിച്ചതൊക്കെ എന്ന് പറഞ്ഞിട്ടങ്ങ് കരയും, ഭയങ്കര ദേഷ്യവും അരിശവും പകയും വിദ്വേഷം. എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളുണ്ടായ തിക്താനുഭവങ്ങളുടെ മുഴുവൻ്റെയും നിരാശയും പ്രശ്നവും ഒരു ഭാഗത്ത് വയ്ക്കുക. അതുകൊണ്ട് ആൾക്ക് ചതിക്കപ്പെട്ടവനാണ് ഞാൻ, വഞ്ചിക്കപ്പെട്ടവനാണ്. എല്ലാവരും എന്നെ ഉപയോഗിക്കുക, എല്ലാം നെഗറ്റീവ് അടിച്ച് മൊത്തം പൈശാചികത കൊണ്ട് ഈ മനുഷ്യൻ്റെ ഹൃദയം നിറഞ്ഞിട്ട് വെറുപ്പും ഉദ്വേഷം കഥയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. മനുഷ്യൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കറിയാം, ഉടനെ ഈശോനോട് ഞാൻ ചോദിച്ചു. ഈശോ പറഞ്ഞു, നമുക്കറിയാം അദ്ദേഹത്തോട് ക്ഷമിക്കാൻ ഞാൻ പറയാം, നമ്മൾ ക്ഷമിക്കാം. ക്ഷമിക്കും, നടക്കുന്ന കാര്യമല്ലെന്ന്. ഞാൻ പറഞ്ഞു, നടക്കില്ല. ശരിയാ, ക്ഷമയെന്നത് നമുക്ക് നടത്താൻ പറ്റുന്ന കാര്യം. ശരിക്കും ഉള്ളുകൊണ്ട് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ
ദൈവം തന്നെ ഇടപെടണം. ചില കുടുംബ പ്രശ്നങ്ങളും ആളുകളുടെ പ്രശ്നങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളും തീരണമെങ്കിൽ ദൈവം ഇടപെടണം. പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ മാത്രമേ ആ പ്രശ്നം തീരുള്ളൂ. കാരണം വെച്ചാൽ അത് അത്ര വലിയ സഹനമാണ് അത്ര ആളുകൾ ചിലപ്പോൾ എടുക്കുന്നത്. മനസ്സിലോട്ടതെല്ലാം കയറി വരുമ്പോൾ ആർക്കും തോറ്റുപോകാൻ താല്പര്യമില്ല. തോൽക്കുക എന്ന് പറയാൻ നടക്കില്ല. നേരെമറിച്ച് കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ അവന് തോറ്റു കൊടുക്കാൻ പറ്റും. അത് തോൽക്കുന്നത് ഒരു വിജയമായിട്ട് വരും. കാരണം അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി അവനെ നയിക്കും. ധൈര്യമായിട്ട് തോറ്റു അതിനൊക്കെ അനുഗ്രഹമായിട്ട് മാറും. തോറ്റു കൊടുക്കുക എന്ന് പറയുന്ന ആർക്കും ആരും പൈശാചികതയുള്ളവരുടെ പ്രശ്നം ഒരിടത്തും തോക്കില്ല. അവർ തോക്കാതിരിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും. തലകുനിച്ചാൽ ഞാൻ തീർന്നു പോകും. അത് പരിശുദ്ധാത്മാവില്ലാത്തവരുടെ കാഴ്ചപ്പാടാണ്. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വേറൊരു വഴി എനിക്കില്ല. പരിശുദ്ധാത്മാവിനോട്, ദൈവമേ, അങ്ങ് എനിക്ക് തന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞാൻ ഈ മകൻ്റെ മേൽ എനിക്ക് ചൊരിയണമെന്ന്, അങ്ങയുടെ ഈ ദാസൻ്റെ മേൽ ചൊരിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ഈ മകൻ്റെ തലയെ കൈവച്ച് എനിക്ക് പരിശുദ്ധാത്മാവേ ഈ മകൻ്റെ മേൽ, ഈ അപ്പൻ്റെ മേൽ നിറയണേ, ഈ അപ്പൻ്റെ മേൽ നിറയണേ എന്ന് കുറേ ഞാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയും. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം കരഞ്ഞു പറഞ്ഞു, ഈ മകൻ്റെ അപ്പനോടും അമ്മയോടും സഹോദരനോടും വെറുപ്പത്തെ വേദനിപ്പിച്ചു. ഏങ്ങലടിച്ച് മനുഷ്യൻ കരയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൽ പ്രവർത്തിച്ചു തുടങ്ങി. സന്തോഷം എനിക്ക്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ അവിടെ അടയാളം ഉണ്ടാകുന്ന ഉറപ്പാണ്. അവിടെ മാറ്റം ഉണ്ടാകുന്ന ഉറപ്പാണ്. വലിയ ചേഞ്ച് ഉണ്ടാകുന്ന ഉറപ്പാണ്. ഞാൻ കരയാൻ തുടങ്ങി, വിട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ആത്മാവ് സ്വൻ്റെ ദൈവത്തിന് ഞാൻ പറഞ്ഞു, ക്ഷമിച്ചേരെ, ദൈവ ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാക്കി മാറ്റി തീർക്കും. റോമാലേഖനം 8:18 വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ അത് കഷ്ടതകൾക്ക് നിസ്സാര. റോമ 8:28 ഇത് സ്നേഹിക്കുന്നവർക്ക് ഇവിടുത്തെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയായി മാറ്റിത്തരും. വിശ്വസിച്ച് സമർപ്പിക്കാൻ പറഞ്ഞു. കരഞ്ഞു ദേഹം, കുറേ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ദൈവം ഇടപെടും. ഞാനല്ലേ പറയുന്നത്, ഈശോയുടെ നാമത്തിൽ എൻ്റെ സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് എങ്കിൽ പോയി പറ, അപ്പനോടും അമ്മയോടും സഹോദരൻ പോയി പറയാൻ പറയും. ഇദ്ദേഹം പിന്നെ ചെയ്ത് പ്രവൃത്തി പിന്നീട് ഞാൻ അറിയുന്നത്. അത് വെറുതെ മാപ്പൊക്കെ പറഞ്ഞിരിക്കും, എല്ലാം ശരിയാവും. അതിനുശേഷം എൻ്റെ അണക്കരവും ധ്യാനവും കൂടണമൊക്കെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് വിട്ടു. പരിശുദ്ധ കരഞ്ഞുകൊണ്ട് ഇദ്ദേഹം പോയത്. അന്ന് അദ്ദേഹം നേരെ പോകുന്നത് സ്വന്തം അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട്, ആദ്യം ബ്രദറിൻ്റെ അടുത്താണ്. ആദ്യം ബ്രദറിൻ്റെ അടുത്ത് ചെന്നിട്ട്, ഞാൻ വന്ന് ക്ഷമ ചോദിക്കാനാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് അന്ന സമയത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം ഒരുപാട് ദ്രോഹം ചെയ്തിട്ടില്ല. വച്ചാ എൻ്റെ ഭാഗത്തുമുണ്ട്. ക്ഷമ ചോദിച്ചു, മാപ്പ് പറയുകയും ചേട്ടനും അനുജനും തമ്മിൽ ഭയങ്കര കൂട്ടക്കരച്ചിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിച്ചു. അവിടുന്ന് ഭക്ഷണം കഴിച്ചു, ശാന്തമായി. ചേട്ടൻ പറഞ്ഞു, നിൻ്റെ പൈസ ഓർഡർ ഞാൻ തന്നോളാം. എന്ത് ചെയ്തേ എല്ലാം തുറന്നു പറഞ്ഞു. ഇത്ര മതി, എനിക്കിത് കേട്ടാൽ മതി, തന്നാളെന്ന് പറഞ്ഞില്ല. എൻ്റെ പ്രശ്നം തീർത്തു. രണ്ടുപേരും കൂടി ഒരുമിച്ച് അപ്പൻ്റെ അടുത്ത് ചെന്നു. അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് ചെന്നപാടെ എന്താ വന്ന്, അപ്പം എനിക്ക് തെറ്റുപറ്റി. അവിടെ ഒരു കൂട്ടക്കരച്ച്, അമ്മ കരയാൻ തുടങ്ങി, വീട് മുഴുവനും. പിന്നെ ഒരു സന്തോഷമായിട്ടങ്ങ് മാറി. ഇങ്ങോട്ടും ഇങ്ങോട്ടും പകയും ബുദ്ധിവേഷം നിറഞ്ഞൊരു കുടുംബമായിരുന്നു വർഷങ്ങളായിട്ട്. അത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞ് ഒരു പുതിയൊരു സ്വന്തമായി, ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഒന്നും വീട്ടിൽ തിരിച്ചെത്തി. സാധാരണ വീട്ടിൽ വരുമ്പോൾ ഒരു ഉച്ച കുടിച്ചിട്ടേ വരുള്ളൂ. ഭാര്യയോട് തല്ലുകൂടണം, 2 പറയണം, മകനോട് 2 പറയണം. അവൻ ശരിയല്ല, അവനെ ആട്ടി ശരിയാക്കണം. അങ്ങനെ വരുന്ന ഈ അപ്പൻ അവിടെ വന്നപ്പോൾ അന്ന് കുടിക്കാതെ ചെന്നു, ഭയങ്കര സന്തോഷമായിട്ട്. ഭാര്യയ്ക്ക് അത്ഭുതം, എന്തോ സംഭവിച്ചു, ഭയങ്കര ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല, വഴക്കൊന്നും പറയുന്നില്ല, ദേഷ്യമൊന്നുമില്ല. പറഞ്ഞു, മകൻ എന്ത് അവന് മുറി കിടക്കുക. അങ്ങോട്ട് ചെന്നു, അപ്പൻ ചെന്ന് വിളിച്ചു, എൻ്റെ അടുത്ത് വന്നു. മോനെ വിളിച്ചു. അവൻ ആദ്യമായിട്ട് ഒത്തിരി നാളോടെ ഈ മോനെ എന്നൊരു വിളി അപ്പൻ കേൾക്കുന്നത്. കാരണം അന്നവരങ്ങനെയല്ല, എടാ പോടാന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ, ബാക്കി തെറി കൂടെ കൂട്ടി വിളിക്കുകയുള്ളൂ. ഇപ്പം മോനെ എന്നൊരു വാക്ക് വിളിച്ചു. ഇവനെ എന്താപ്പാ പറ്റി, മോനെന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ വേദനിപ്പിച്ച് പറയുകയും അപ്പം എന്നോട് ക്ഷമ ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കര കരച്ചിൽ, കൂട്ടക്കരച്ചിൽ.
അമ്മയ്ക്കും കരച്ചിൽ. അവർ 3 പേരും കൂടെ പിന്നീട് ഇവിടെ അണക്കര വന്നു ധ്യാനം കൂടി. എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ സ്വർഗമായിട്ടൊരു വീട് മാറി. അന്നുവരെ മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ അതോടുകൂടി വിമർശനമൊക്കെ നിർത്തി, നാട്ടിലും നിർത്തി. ഒരു മാറ്റം ജീവിതത്തിൽ. അതേ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പകയും വിദ്വേഷമാണ് നമ്മൾ ഈ സമൂഹത്തോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആരോട്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോട്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, സ്നേഹം പ്രതീക്ഷിച്ച് വരുന്ന സ്നേഹം കിട്ടാതിരുന്നതിൻ്റെ മുറിവുകൾ, ഒരുപാട് ആത്മാർത്ഥത കാണിച്ചു വരുന്ന ഒരുപാട് തിരിച്ചടികളുണ്ടായതിൻ്റെ അനുഭവം. ആ വേദന ജീവിതത്തിൽ നിന്നൊരു വിങ്ങി കഴിയുന്ന ആൾക്കാരുണ്ട്. അവഗണനയുടെ വേദനകൾ, ഒറ്റപ്പെടുത്തലിൻ്റെ വേദനകൾ, അങ്ങനെ പല പീഡനങ്ങൾ അനുഭവിച്ചു. അതിൻ്റെ വേദന ഉള്ളിൽ കിടക്കുമ്പോൾ പിന്നെ അവർക്ക് നോർമലാകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് മദ്യപാനം, പുകവലി, ഡ്രഗ്സ്. ആ കുടുംബം രക്ഷപ്പെട്ടു. അവൻ കുടിയും വലിയൊക്കെ അവന് ആ പയ്യൻ മോൻ നിർത്തിയല്ല, വിശുദ്ധ ജീവിതത്തിലേക്ക് കുടുംബം വന്നു. ഇപ്പോൾ അവരിങ്ങനെ ആദ്യ ശനിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് വരും. കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. ദൈവം എന്തോ ഒരു തകർന്ന് കിടന്ന കുടുംബമാണ്, എന്തോ ഒരു വിഷമിച്ചൊരു കുടുംബമാണ്. ഇന്ന് സ്വർഗതുല്യമായിട്ട് മാറിപ്പോയി. പിശാച് പോയി. ശരി, ഏറ്റവും വലിയ പിശാച് വെറുപ്പും വിദ്വേഷമാണ്. ഈ വെറുപ്പും വിദ്വേഷം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ചില മുറിവുകളിൽ നിന്ന്. പക്ഷേ ഈ മാറ്റം ഉണ്ടായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായപ്പോഴാണ്. ആ കൈവച്ച് ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മവിമാനിലോട്ട് പ്രവേശിക്കുന്ന തൊടുന്നൊരു അനുഭവം ശരിക്കുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൽ ഒരു കെട്ടുപൊട്ടി, ഒരു ബന്ധനം ഉണ്ടായി, അങ്ങ് പൊട്ടിപ്പോയി. പൈശാചിക പീഡ വിട്ടുപോയി. ആ മനുഷ്യങ്ങ് നവീകരിക്കപ്പെട്ടു, ശുദ്ധീകരിക്കപ്പെട്ടു, ശക്തീകരിക്കപ്പെട്ടു. അപ്പോൾ ശക്തി കിട്ടി, ക്ഷമിക്കാനുള്ള ശക്തി കിട്ടി, ക്ഷമ ചോദിക്കാനുള്ള ശക്തി കിട്ടി, മറക്കാനുള്ള ശക്തി കിട്ടി. പണമൊക്കെ പോയാലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ എല്ലാം വിട്ടിട്ട് അദ്ദേഹത്തിന് ക്ഷമ പറയുമ്പോൾ അതാണ് നമുക്ക് അല്പം ഒന്ന് എളിമപ്പെടണമെങ്കിൽ നമ്മൾ നോക്കിയാൽ നടക്കില്ല, പരിശുദ്ധാത്മാവ് നോക്കിയാൽ നടക്കുകയുള്ളൂ. അവിടെ ഈശോ പറയുന്നത്, വചനത്തിൽ പറയും, എൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണവും, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ ജലവും കൊടുക്കുക. അപ്പോൾ നീ അവൻ്റെ മേൽ തീക്കനൽ കൂട്ടുകയായിരിക്കും. ആ തീക്കനൽ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരും. നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുമ്പോൾ, നിന്നെ പീഡിപ്പിച്ചവരെ നീ അനുഗ്രഹിക്കുമ്പോൾ, നീ ശപിച്ചവരെ അനുഗ്രഹിക്കുമ്പോൾ, നിനക്ക് മേൽ നീ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. അവിടെ പരിശുദ്ധാത്മ വരുമ്പോൾ ഭയങ്കര സമാധാനം നമുക്കുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മൾ ചിന്തിച്ചു വലിയൊരു കൃപയൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സങ്ങളും ബന്ധനമൊക്കെ വിട്ടുപോകട്ടെ. ദുഷ്ടപിശാചിൻ്റെ ബന്ധനം വിട്ടുപോകട്ടെ. സാത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ സംഭവിക്കട്ടെ. ദൈവകൃപ ധാരാളമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെയുള്ള ക്ഷമിക്കാൻ, മക്കളോട് ക്ഷമ ചോദിക്കാൻ, അപ്പനോട് ക്ഷമ ചോദിക്കാൻ, ഭാര്യയോട് ക്ഷമ ചോദിക്കാൻ, ഭർത്താവിനോട് ക്ഷമ ചോദിക്കാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവവചനത്തെ നിസ്സാരമായി കാണരുത്. ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവവചനവും സീരിയസ് ആയിട്ട് എടുക്കണം. എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക, താല്പര്യത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടട്ടെ. ആമേൻ. ഹല്ലേലൂയ 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 anointing. Hallelujah, 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 hallelujah. കരങ്ങൾ സ്തുതിക്കുന്ന ആരാധന 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 ആരാധന. ഹല്ലേലൂയ ആരാധന. Hallelujah, hallelujah, hallelujah. Jesus name worship.
ഹല്ലേലൂയ, ആരാധന ആരാധന. ജീസസ്, ഐ ലവ് യു ജീസസ്. മത്തായിയുടെ സുവിശേഷം 11:4-6 വരെ വചനം. യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. സ്തുതിക്കുക. ഈ സമയത്ത് എല്ലാവിധ പൈശാചിക പീഡകളും ബന്ധനങ്ങൾ കെട്ടുകൾ എല്ലാം അടിയിട്ട് യേശുനാമത്തെ ശക്തികൾ, അസ്വസ്ഥകളും എല്ലാത്തിനും സ്വാധീനങ്ങളും എല്ലാം വിട്ടുപോകട്ടെ യേശു ക്രിസ്തു നാമത്തിൽ. ഓരോ വ്യക്തിയിലും കുടുംബത്തിലുള്ള ബന്ധനമായിട്ട്, തലമുറകളുടെ ബന്ധനടിയിട്ട് പാപശക്തിയിൽ വിട്ടുപോകട്ടെ, രോഗശക്തിയിൽ വിട്ടുപോകട്ടെ. ഈ സമയത്ത് അനേകം മക്കൾക്ക് സൗഖ്യം വിടുതൽ കർത്താവ് യേശു നൽകട്ടെ. കർത്താവ് യേശു അങ്ങയുടെ വലതുകരം നീട്ടണമേ. എല്ലാവരും സുഖപ്പെടുന്ന യേശു അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വിതറിക്കൊണ്ട് വിശ്വാസം കൊടുക്കണം, വിശുദ്ധി കൊടുക്കണമേ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം കൊടുക്കണമേ, അങ്ങയുടെ കരുണയുണ്ടാകണമേ. ഈ മക്കളുടെ മുറിവുണക്കണേ യേശു. ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന ആരാധന. ഹല്ലേലൂയ, ആരാധന. ജീസസ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ആരാധന. അഭിഷേകം, അഭിഷേകം. ഹല്ലേലൂയ, ആരാധന. പാടി ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭാവിയെടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധമാവേ നിറയണമേ, 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 പരിശുദ്ധമാവേ നിറയണമേ. ആരാധന ആരാധന ആരാധന.